എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ധാരണയുള്ള ഒരു ഇമാജിനേഷനുള്ള നമ്മുടെ നരിക്കുനി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഉദ്ഘാടകനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ ജയേന്ദ്രൻ അനുസ്മരണ ഗാനം പാടിയ സുമേഷ് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയേറെയൊന്നും സംസാരിച്ചു പോകരുത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് കേൾക്കാനിരിക്കുന്നത് PR സതീഷ് മാഷിന്റെ ഭാഷണമാണ്. MT യെ കുറിച്ച് വളരെ അറിയാവുന്ന, MT യുടെ കൃതികൾ ചേർത്ത് കഥാപാത്രങ്ങളെ രംഗത്തവതരിപ്പിച്ചിട്ടുള്ള ഒരു നാടകത്തിൽ നിന്ന് അദ്ദേഹം അടുത്ത കാലത്ത് അതിന്റെ രചന നടത്തുകയുണ്ടായി. MT വാസുദേവൻ നായരെ ഹൃദയത്തിൽ അറിയാവുന്ന, ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടുന്ന പാകതയുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണ് PR സതീഷ് മാഷ്. അദ്ദേഹം ഇവിടെ എത്തിയതിലുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ഒരിക്കൽക്കൂടി അദ്ദേഹത്തെ നരിക്കുനിയുടെ ഈ നാടിന്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നരിക്കുനി സാംസ്കാരിക വേദി എന്ന് പറയുന്നൊരു സാംസ്കാരിക വേദി എങ്ങനെ രൂപം കൊണ്ടു എന്ന് ചോദിച്ചാല് അത് പാരീസ് ചന്ദ്രൻ എന്ന് പറയുന്ന, നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ വിശ്വവിഖ്യാതനായ ഒരു സംഗീതജ്ഞൻ, തിയേറ്റർ സംഗീതജ്ഞൻ. അദ്ദേഹത്തെ ലോകമറിയാമെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് അത്ര അറിയാതെ പോയി എന്നുള്ളതാണ്. കാരണം തിയേറ്റർ മ്യൂസിക് എന്ന് പറയുന്നത് അറിയണമെങ്കിൽ നാടകം നമ്മൾ അവതരിപ്പിക്കുകയും അത് കാണുകയൊക്കെ ചെയ്യണമല്ലോ. അദ്ദേഹം ചെയ്തിട്ടുള്ള വലിയ നാടകങ്ങൾ, ലോക നാടകവേദിയിൽ പാരീസ് ചന്ദ്രൻ നടത്തിയിട്ടുള്ള വലിയ സർഗ സംഭാവനയൊന്നും തന്നെ നമുക്കറിയാൻ പറ്റിയിട്ടില്ല. അടുത്ത കാലത്ത് ദീപൻ ശിവരാമന്റെ ഒരു നാടകം, ഖസാക്കിന്റെ ഇതിഹാസം, വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം സംഗീതം നൽകിക്കൊണ്ട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നാടകം അവതരിപ്പിച്ചപ്പോഴാണ് നാട്ടുകാർക്ക് ഇങ്ങനെ പാരീസ് ചന്ദ്രൻ എന്ന് മനസ്സിലായത്. പിന്നെ മലയാള ചരിത്ര വേദിയിൽ സംഗീതത്തിനുള്ള അവാർഡ് കിട്ടിയപ്പോ, പിന്നെ അദ്ദേഹം മരിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ റീത്ത് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഔദ്യോഗികമായി ആളുകൾ വന്നപ്പോ അവിടെ ഒരു ബോർഡ് പോലും വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരു ബാനർ പോലും കെട്ടിയിരുന്നില്ല. സുരേഷും CK മുഹമ്മദൊക്കെ അത് കണ്ട് വേദനിക്കുകയും, അപ്പോ അവിടെ എന്തെങ്കിലും ഒരു അടയാളം വെക്കണമല്ലോ എന്നതിന്റെ പേരിൽ ഒരു ബാനർ വെച്ച് അതിന്റെ താഴെ നരിക്കുനി സാംസ്കാരിക വേദി എന്ന് എഴുതി വെച്ചു. അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ടായി. ആ ഗ്രൂപ്പിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ മുന്നിൽ വന്നത്. അതിന്റെ മുന്നിൽ പ്രവർത്തിച്ചത് സുരേഷ് വള്ളിക്കാടാണ്. ഞങ്ങൾക്ക് അതിന്റെ പിന്നിൽ അണിനിരക്കുകയുണ്ടായത്. അങ്ങനെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരന്റെ അനുസ്മരണം എന്ന പരിപാടിയാണ് അതിന്റെ ആദ്യത്തെ പരിപാടി. സാഹിത്യം എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ അതുണ്ട്, നമ്മൾ ബാധിക്കുന്നുണ്ട്. ഗദ്യം എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം ഉണ്ടാകുന്നതിന് മുമ്പേ പദ്യമായും സൂക്തങ്ങളായും പാട്ടായും മലയാളി പാടിക്കൊണ്ടിരുന്നത്, പറഞ്ഞുകൊണ്ടിരുന്നത്, പഴഞ്ചൊല്ലുകളായി പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തന്നെ സാഹിത്യമാണ്. അത് വലിയ ഒരു വീടുണ്ടാക്കുമ്പോ, കെട്ടിടം ഉണ്ടാക്കുമ്പോ കല്ലുകൾ ഏത് രീതിയിൽ പാകപ്പെടുത്തി വെക്കണമോ അതുപോലെ അക്ഷരത്തെ വളരെ കൃത്യമായി പാകപ്പെടുത്തി വെച്ചിട്ട് എക്കാലത്തെയും മനുഷ്യരത് ചൊല്ലാൻ വേണ്ടി, പറയാൻ വേണ്ടി, കെട്ടിടം നൂറ്റാണ്ടുകൾ നിലനിൽക്കുമോ അതിനേക്കാളേറെ അക്ഷരം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഈ സൂക്തങ്ങൾ, പദ്യങ്ങൾ, കാവ്യങ്ങൾ, സാഹിത്യരൂപങ്ങളൊക്കെ നിലനിൽക്കുമെന്ന് ചരിത്രം സാക്ഷിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരും, പഴഞ്ചൊല്ലായിട്ട് വരും, വാക്കുകളായിട്ട് വരും, ഒരു വിചാരത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാവ്യങ്ങളായി ഒക്കെ തന്നെ വരും. അത് ഗദ്യ സാഹിത്യത്തിന് മുമ്പേ
എഴുത്തുകാരൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അത് അപാരതയെ കൊച്ചടുക്കിലാക്കുക. കുഞ്ഞിരാമൻ നായരുടെ ഒരു വരിയുണ്ട്, വെളിച്ചത്തിലേക്ക് എന്ന കവിതയിൽ. അടുത്തടി വെച്ച് തൊടാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ പിടിച്ച് സാത്വിക കറുകയേകി മരിക്കുവാൻ നോക്കും മരിക്കുവോളം. അപ്പൊ ഈ വെളിച്ചത്തെ ഇങ്ങനെ പിടിച്ച് മരിക്കുവാൻ നോക്കുന്ന സർഗപ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഴുത്തുകാർക്ക് മറ്റുള്ളവരെ പോലെ ചിലപ്പോ ചിരിക്കാനോ പറയാനോ കല്യാണത്തിന് പോകാനോ ആഘോഷങ്ങൾക്ക് കൂടാനോ ആളുകളുമായി ചെങ്ങാത്തം കൂടാനോ പറ്റിയെന്ന് വരികയില്ല. അങ്ങനെ MT വാസുദേവൻ നായരെ പറ്റി ആൾക്കാർ പറയും അദ്ദേഹം ചിരിക്കില്ല, വീട്ടിൽ ചെന്നാൽ ചിലപ്പോ ലോക്യം പറയാൻ നിൽക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ പറയേണ്ടിടത്ത് ഇടപെടേണ്ടിടത്ത് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അത്രയേ വേണ്ടൂ. അല്ലാതെ എഴുത്തുകാരൻ നമ്മെ കൂടെ വന്നിട്ട് ഉത്സവം നടത്താനും ആഘോഷങ്ങൾക്കും കല്യാണത്തിനും നമ്മെ പോലെ തന്നെ ഇടപെടണമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. മലയാളത്തിൽ നമ്മൾ MT ഓർക്കുന്നത് ജീവിതത്തിൽ തന്റെ ജീവിതം കൊണ്ട് ഒരു ജീവിതം കൊണ്ടാവാവുന്നത് അത്രയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്, സിനിമയുടെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ, ഒരു മഹാപ്രതിഭ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ചരിത്രമായി മാറുമ്പോൾ തീർച്ചയായും അനുസ്മരിക്കേണ്ടതുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് വൈലോപ്പിള്ളി പറഞ്ഞൊരു കാര്യം അനുസ്മരിക്കുന്നുണ്ട്. ഒരിക്കൽ വൈലോപ്പിള്ളി പറഞ്ഞത്രേ, ഓഷോയുടെ ഉദാരമായ പ്രണയം എനിക്ക് താല്പര്യമാണോ, അതെനിക്കിഷ്ടമാണ്. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യും, ഞാനും ഹാംലെറ്റും എന്ത് ചെയ്യും എന്ന് വൈലോപ്പിള്ളി പറഞ്ഞു എന്നാണ്. ഞാനും ഹാംലെറ്റും എന്ത് ചെയ്യും. MT അതാണ് ചെയ്തത്, ആലോചിച്ചത്. ഞാനും ഭീമസേനനും എന്ത് ചെയ്യും, ഞാനും വേലായുധനും എന്ത് ചെയ്യും. ഇരുട്ടിൽ ആരും സംസാരിക്കാനില്ലാതെ തന്റെ ഭാഷ മനസ്സിലാവാത്തൊരവസ്ഥയിൽ വേലായുധൻ എന്ത് ചെയ്യും. ഇരുട്ടിന്റെ ആത്മാവിനെ കണ്ടെത്തുകയാവും വേലായുധൻ ചെയ്യുക. അതുപോലെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്ന MTയുടെ കഥയില് പെൺകുട്ടി കുട്ടിച്ചാത്തനെയും അതുപോലെയുള്ള യക്ഷിയെയും ഒക്കെ തന്നെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും, തനിക്ക് ചുറ്റും തനിക്ക് മനസ്സിലാവാത്ത ആളുകളുള്ളപ്പോ അവരോട് എന്താണ് പറയുക, അവർ തന്നെ ഏത് രീതിയിലാണ് കാണുന്നത്, അവർ കാണുന്നതിനേക്കാൾ കൂടുതലായി എനിക്ക് യക്ഷികളോട് സംസാരിക്കാൻ സാധിക്കും. യക്ഷികളൊക്കെ തന്നെ